പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ടെറിട്ടോറിയൽ ആർമി നടക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഈ വർഷത്തേക്കുള്ള ടെറിട്ടോറിയൽ ആർമി റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാതിരിക്കാനായിട്ട് ഞാൻ കാണുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. ആ ഒരു കാരണങ്ങളാണ് നിങ്ങളുമായി ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ വളരെ പ്രതീക്ഷയോടെ ഇരുന്ന റാലി ആയിരുന്നു ടെറിട്ടോറിയൽ ആർമിയുടേത്. പക്ഷേ അത് നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റീസൺസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ അവസാനം വരെയും കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കൺഫ്യൂഷനാണ് എല്ലാവരെയും മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറയുന്ന റീസൺസ് തികച്ചും എൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഈ ഒരു ടെറിട്ടോറിയൽ ആർമിയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ്റെ പിക്ചർ ഞാനും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ അത് പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 മാസത്തേക്കുള്ള ആ ഒരു പല ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു റാലിയും നടന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ണൂർ 25-ാം തീയതി ഏപ്രിൽ മാസം 25-നോ 24-നോ നടക്കാൻ പോകുന്ന റാലി എന്ന് നമ്മൾ പറയുന്നത് ഒരുപക്ഷെ നടക്കുമോ എന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് അവർ ഷെഡ്യൂൾ ചെയ്ത ഒരു റാലിയും നടന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഫേക്ക് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാനും അത് വെച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും കൺഫ്യൂഷൻ ആയി കിടക്കുകയാണ്. ഒരിക്കലും അതിനകത്തുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള റാലികൾ ഇതുവരെ നടന്നിട്ടില്ല. അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിരുന്നു, കണ്ണൂർ റെജിമെൻറ്റ് അത് കോഴിക്കോടിലേക്ക് ഷിഫ്റ്റ് ആകുകയാണെന്ന്, കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആകുകയാണെന്ന് പറഞ്ഞൊരു ന്യൂസ് വരുന്നു. അങ്ങനെയാണെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് 25-ാം തീയതി ഏപ്രിൽ 25 നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഉറപ്പ്. ഓക്കെ, റെജിമെൻറ്റ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതായത് ഏപ്രിൽ 25-ന് നടക്കുന്ന റാലി ആണെങ്കിൽ ഉറപ്പായിട്ടും മാർച്ച് അവസാനമെങ്കിലും ആ റാലിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കണം. പക്ഷേ ഈ ദിവസം വരെയും, ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ മിനിറ്റ് വരെയും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഇതുവരെയും റിലീസായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, കണ്ണൂർ റെജിമെൻറ്റ് ഷിഫ്റ്റ് ആകുന്നു. 2, ഇത് 3 മാസം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന മറ്റ് റാലികളൊന്നും നടന്നിട്ടില്ല. 3, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതുവരെയും റിലീസായിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം ഇത്രയും നാളായിട്ട്, ഇനി 25 ദിവസമേ ഉള്ളൂ റാലിക്കെന്നാണ് നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുവരെയും അതിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുമില്ല. അപ്പോൾ മനസ്സിലാക്കുക, തികച്ചും ഈ ഒരു റാലി നടക്കാൻ പോകുന്നില്ല. കണ്ണൂർ വെച്ച് ഈ ഒരു റാലി നടക്കാൻ പോകുന്നില്ല ഉറപ്പായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. 3 മാസം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു റാലികൾ, അത് നടന്നിട്ടില്ല. കണ്ണൂർ റെജിമെൻറ്റ് ചേഞ്ച് ആകുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട്, എനിക്കറിയില്ല, അതിനെ കൺഫേംഡ് അല്ല. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മാർച്ചിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഏപ്രിൽ ഉണ്ടെങ്കിൽ ഷുവറായിട്ട് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും റീസൺസ് ആണ്. ഇനി വരാൻ പോകുന്ന ടെറിട്ടോറിയൽ ആർമി റാലി എന്ന് പറയുന്നത് നമുക്ക് 2021-22 റാലി ആയിരിക്കണം. അല്ലാത്ത പക്ഷം മറ്റു റാലികളുടെ ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. 2021-22 ആയിരിക്കണം ഷുവറായിട്ടും അടുത്ത റാലി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതുവരെയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വേക്കൻസികൾ നല്ലൊരു എമൗണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര മാത്രമാണ് പറയാനുള്ളത്. എല്ലാവരും പ്രതീക്ഷയോടെ ഇരുന്നായിരുന്നു കണ്ണൂർ റാലിയുടെ കാര്യങ്ങൾ. പക്ഷേ അത് നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഈ 3 റീസൺസ് ആണ് ഞാൻ പറഞ്ഞ 3 റീസൺസ് വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അങ്ങനെ ഒരു റാലി നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ മനസ്സിലാക്കി ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാം. സോ ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.